Hi, welcome all to the another video of SOF sample questions episode 3. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡിൽ ആയിട്ട് നമ്മൾ SOF അതായത് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഒളിമ്പ്യാഡ് പോലത്തെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിരുന്നത്. നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് ലെവലായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് ചെയ്യാം. യെസ്, നമുക്ക് പോവല്ലേ അല്ലേ? യെസ്, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. A small baby plant coming out of a seed is dash. അതായത് ഒരു ബേബി പ്ലാന്റിൻ്റെ അതായത് സീഡിൽ നിന്ന് വരുന്ന ബേബി പ്ലാന്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രെയിൻ എന്ന് വിളിക്കോ, റൂട്ട് എന്ന് വിളിക്കോ, ഡിസ്പേഴ്സൽ എന്ന് വിളിക്കോ, അല്ലെങ്കിൽ സീഡ്ലിംഗ് എന്നാണോ വിളിക്കാന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം അല്ലേ. ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സീഡിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഗ്രെയിൻ അല്ലേ. നമ്മൾ സെറീൽസിൻ്റെ ഒക്കെ നമ്മൾ ഗ്രെയിൻസ് എന്നാണ് അതിൻ്റെ സീഡിന് നമ്മൾ പറയാം. നമ്മൾ ഗോതമ്പിനൊക്കെ നമ്മൾ ഗ്രെയിൻസ് എന്നാണ് പറയാം അല്ലേ. ഇനി റൂട്ട് അതിൽ നിന്ന് ആദ്യമായിട്ട് ഉണ്ടാകുന്ന, അതായത് സീഡിൽ നിന്ന് ആദ്യമായിട്ട് ഉണ്ടാകുന്ന പാർട്ട് റൂട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ റാഡിക്കൽ എന്ന് പറയുന്ന പാർട്ടാണ്. അതിൽ നിന്നാണ് റൂട്ട്. വലിയ പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ അതിനെ റൂട്ട് എന്ന് വിളിക്കും. പക്ഷെ നമ്മൾ സീഡിൽ നിന്ന് വരുമ്പോൾ അതിനെ റാഡിക്കൽ എന്നാണ് വിളിക്കുക. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്പേഴ്സൽ, അതായത് ഇത് സീഡ് നമ്മൾ ട്രാൻസ്പോർട്ട് ആവുന്ന, അല്ലെങ്കിൽ സീഡ് വേറെ സ്ഥലത്തേക്ക് ജെർമിനേഷന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? സീഡ് ഡിസ്പേഴ്സൽ എന്ന് വിളിക്കുക. ഇനി നമ്മൾ ഡി ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ള സീഡ്ലിംഗ് എന്താണ്? സീഡ്ലിംഗ് ഒരു സീഡിൽ നിന്ന് ഉണ്ടാകുന്ന ആദ്യത്തെ സാപ്ലിംഗ്, അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു പ്ലാന്റിനെ, ചെറിയൊരു സ്മോൾ ബേബി പ്ലാന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് സീഡ്ലിംഗ് എന്നാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ഡി ആണെന്ത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ് റോങ് ആയതെന്ന് നമ്മൾ പറഞ്ഞു. യെസ്, നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നുള്ളത്, വിച്ച് ഓഫ് ദീസ് ഈസ് നീഡഡ് ടു മെഷർ ദ മാസ് ഓഫ് റോക്ക്. ഒരു റോക്കിൻ്റെ മാസ് മെഷർ ചെയ്യാൻ നമുക്ക് ഏതാണ് ആവശ്യമുള്ളത്? ഏത് ഡിവൈസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബാലൻസ് ഉണ്ട്, ബാരോമീറ്റർ ഉണ്ട്, മെട്രിക് റൂളർ ഉണ്ട്, തെർമോമീറ്റർ ഉണ്ട് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കാം അല്ലേ. ഒരു ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ മാസ് നോക്കാൻ വേണ്ടിയിട്ട്, ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണതാണ് എന്ത്? നമ്മൾ ഒരു ബാലൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു ബാരോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പ്രഷർ ചെക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താണ്, നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷറിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? ബാരോമീറ്റർ എന്ന് പറയുന്നത്. ഇനി മെട്രിക് റൂളർ, അതായത് നമ്മൾ സെർട്ടൺ ഒബ്ജക്ട്സിൻ്റെ ലെങ്ത്ത് ഒക്കെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ, അല്ലെങ്കിൽ നമ്മളൊരു ഡിവൈസ് ആണ് എന്ത്? ഒരു മെട്രിക് റൂളർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഡിവൈസിനാണ് നമ്മൾ തെർമോമീറ്റർ എന്ന് പറയാം. ഇതെന്താണ്? തെർമോമീറ്റർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ഇത് നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ, അല്ലെങ്കിൽ നമ്മൾ പ്രഷർ നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണതാണ് ഇത്, ഈ ഒരു ഡിവൈസ്. ഇനി മെട്രിക് റൂളർ, അതെന്തിനാണ്? നമ്മൾ ലെങ്ത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇനി ബാലൻസ് എന്തിനാണ്? ബാലൻസ് നമ്മൾ മാസ്, ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണതാണ് എന്താ? നമ്മൾ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളോട് ഒരു റോക്കിൻ്റെ മാസ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതായിരിക്കും? നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ എന്തായിരിക്കണം? ഒരു ബാലൻസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഓപ്ഷൻ എ ആണെന്ത്? നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, വിച്ച് ഓഫ് ദീസ് ക്യാൻ മോസ്റ്റ് ഈസിലി അട്രാക്ട് മാഗ്നറ്റ്സ്. അതായത് മാഗ്നറ്റ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഇതിൽ തന്നിട്ടുള്ള ഏത് മെറ്റീരിയൽ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. വുഡ് ഉണ്ട്, നോട്ട്ബുക്ക് ഉണ്ട്, അയൺ നെയിൽസ് ഉണ്ട്, ഇറൈസർ ഉണ്ട്. നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? അട്രാക്ട് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ അത് മെറ്റൽ ആയിരിക്കണം, അല്ലെങ്കിൽ അത് മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആവണം അല്ലേ. മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയലോ അല്ലെങ്കിൽ എന്താണ് ഒരു മെറ്റലോ ആണെങ്കിൽ എന്താണ്? ഈസിലി ഗെറ്റ് അട്രാക്റ്റഡ് ടുവേർഡ്സ് മാഗ്നറ്റ്സിനോട് ഈസിലി അട്രാക്റ്റഡ് ആവും. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വുഡ് എന്താണ്? വുഡ് ഒരു മെറ്റലും അല്ല, ഒരു മാഗ്നറ്റിക് മെറ്റീരിയലും അല്ല, ഒരു അട്രാക്റ്റൻറ്റും അല്ല. അപ്പം എന്താണ്? ഇത് ഓഫ് കോഴ്സ് ഇതെന്തില്ല, വരാൻ ചാൻസ് ഇല്ല. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നോട്ട് ബുക്ക് എന്താണ്? നമ്മൾ വുഡിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ എന്താണ്? അത് അട്രാക്റ്റ് ആവാത്ത ഒരു മെറ്റീരിയലാണ്. അപ്പം നോട്ട് ബുക്കും എന്താണ്? റോങ് ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അയൺ നെയിൽസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം അതെന്താണ്? അതൊരു മെറ്റലാണ്, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലാണ്. മാഗ്നറ്റിനോട് ഈസിലി ഗെറ്റ് അട്രാക്റ്റഡ് ആവുന്ന മെറ്റീരിയലാണ് എന്ത്? അയൺ നെയിൽസ്. അപ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് ഇതിൽ വരുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. നമ്മൾ തന്നിട്ടുള്ള ഡി ഓപ്ഷനും കൂടി ഒന്ന് നോക്കാം. ഡി ഓപ്ഷൻ തന്നിട്ടുള്ളത് ഇറൈസർ ആണ്. ഇറൈസർ എന്താണ്? ഇറൈസർ നമ്മൾ
നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നോട്ട്ബുക്കിൻ്റെ കേസിലും വുഡിൻ്റെ കേസിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, അത് അട്രാക്റ്റഡ് ആവാത്തൊരു ഒബ്ജക്റ്റ് ആണ്. അത് ഈസിലി എന്താവില്ല, മാഗ്നറ്റിനോട് അട്രാക്റ്റ് ആവില്ല. നമ്മൾ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ വുഡ് ആണെങ്കിലും നോട്ട്ബുക്ക് ആണെങ്കിലും ഇറൈസർ ആണെങ്കിലും എന്ത് ചെയ്യില്ല, അത് അട്രാക്റ്റ് ചെയ്യില്ല. അട്രാക്റ്റ് ചെയ്യുന്നത് നമ്മൾ അയൺ നെയിൽസ് മാത്രമായിരിക്കും. നമ്മൾ ഇറൈസറും എന്താണ്, റോങ് ആയിട്ടുള്ളൊരു ആൻസറാണ്. നമ്മൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി അയൺ നെയിൽസ് ആണ് വരിക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ദ സബ്സ്റ്റൻസ് ദാറ്റ് മേക്സ് പ്ലാന്റ് ഗ്രീൻ ഈസ് നോൺ ആസ്, അതായത് ഒരു പ്ലാന്റിന് ഗ്രീൻ കളറിലേക്ക് കൊണ്ടുവരുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ തന്നിട്ടുള്ളത് വാട്ടർ ഉണ്ട്, ക്ലോറോഫിൽ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്. നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഒരു പിഗ്മെൻറ്റിനാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കളർ കൊടുക്കുന്ന ഏതെങ്കിലും നമുക്ക് ലിവിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് കളർ കൊടുക്കണമെങ്കിൽ അതിന് ഒരു പിഗ്മെൻറ്റ് വേണം. ആ പിഗ്മെൻ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വാട്ടർ ഒരു പിഗ്മെൻ്റ് അല്ല. വാട്ടർ എന്താണ്, വാട്ടർ ന്യൂട്രിയൻസിന് വേണ്ടിയിട്ട്, അത് ന്യൂട്രിയൻ സർക്കുലേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സർക്കുലേഷൻസിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മെറ്റീരിയലാണെന്ത്, വാട്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ ന്യൂട്രിയൻസിനെ മുകളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്ന ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് ആണ് നമ്മൾ വാട്ടർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, അതും എന്താണ്, ഫോട്ടോസിന്തസിസിന് എസെൻഷ്യൽ ആയിട്ടുള്ള രണ്ട് മെറ്റീരിയൽസ് ആണ് എന്ത്, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ഇത് പ്ലാന്റിന് പ്രത്യേകിച്ച് എന്ത് ചെയ്യില്ല, നിറം കൊടുക്കില്ല, അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ പുറത്തേക്ക് എന്ത് ചെയ്യില്ല, കളേഴ്സ് ഇമ്പാർട്ട് ചെയ്യില്ല. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കാൽഷ്യം എന്താണ്, ഒരു മിനറലാണ്. അതായത് പ്ലാന്റ്സിന് ആവശ്യമുള്ള മിനറലാണ്. അതേപോലെ തന്നെ നമ്മൾ ഹ്യൂമൻസിന് ആവശ്യമുള്ള ഒരു മിനറലാണ് എന്ത്, നമ്മൾ കാൽഷ്യം എന്ന് പറയുന്നത്. പക്ഷേ കാൽഷ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കളർ കൊടുക്കാൻ പറ്റില്ല. കളർ കൊടുക്കണമെങ്കിൽ അതെന്തായിരിക്കണം, ഒരു പിഗ്മെൻ്റ് ആയിരിക്കണം. അപ്പോൾ കാൽഷ്യം എന്താണ്, റോങ് ആണ്. ഇനി നമ്മൾ തന്നിട്ടുള്ള, നമ്മൾ മാർക്ക് ചെയ്യാതെ വെച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ല, നമ്മൾ ക്ലോറോഫിൽ എന്ന് പറയുന്ന, ക്ലോറോഫിൽ എന്താണ്, ഒരു പിഗ്മെൻ്റ് ആണ്. ഗ്രീൻ കളറിൽ ഉള്ള ഒരു പിഗ്മെൻ്റ് ആണ്. ഗ്രീൻ കളർ, അതായത് പ്ലാന്റ്സിനൊക്കെ ഗ്രീൻ കളർ കൊടുക്കുന്നത് ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആണ്. അപ്പം നമ്മൾ ഓപ്ഷൻ ബി ക്ലോറോഫിൽ ആണ് എന്ത്, റൈറ്റ് ആൻസർ. ഇതേപോലെയുള്ള ഒരുപാട് എന്തുണ്ട് നമ്മുടെ പ്ലാന്റ്സിൽ, വേറെയും പിഗ്മെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള പിഗ്മെൻറ്റ്സിൻ്റെ എക്സാമ്പിളാണ് നമ്മളെ സാന്തോഫിൽ, അതേപോലെ തന്നെ നമ്മൾ കരോട്ടിനോയിഡ്സ് പോലെയുള്ള ഈ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഫൈക്കോസാന്തി എന്നൊക്കെ പറയുന്ന ഒരുപാട് പിഗ്മെൻറ്റ്സ് ഉണ്ട്. ആ പിഗ്മെൻറ്റ്സ് ആണ് എന്ത്, സെർട്ടൻ ഒബ്ജക്ട്സിനൊക്കെ കളേഴ്സ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ബോഡിക്കകത്തും എന്തുണ്ട്, നമ്മുടെ ബോഡിക്ക് സ്കിന്നിന് കളർ ടോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, അവിടെയും ഒരു പിഗ്മെൻ്റ് ഉണ്ട്. ആ പിഗ്മെൻറ്റിൻ്റെ പേരാണ് എന്ത്, മെലാനിൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് പിഗ്മെൻറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. പിഗ്മെൻറ്റ്സ് ആണ് എന്ത്, കളേഴ്സ് കൊടുക്കുന്നത്. പിഗ്മെൻറ്റ്സ് ഗേവ്സ് കളേഴ്സ്. എന്താണ്, പിഗ്മെൻറ്റ്സ് ആണ് എന്ത്, കളേഴ്സ് ഇമ്പാർട്ട് ചെയ്യുന്നത്. ഈ മെറ്റീരിയൽസ് ആണ് എന്ത്, നമ്മൾ ഓരോ ഒബ്ജക്റ്റുകൾക്കും കളേഴ്സ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ലിവിങ് ആയിട്ടുള്ള ഓരോ ഓർഗാനിസത്തിനും കളർ കൊടുക്കുന്നത് പിഗ്മെൻറ്റ്സ് ആണ്. യെസ്, നമുക്ക് നോക്കാം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ടുഡേ വിച്ച് ഹ്യൂമൻ ആക്ടിവിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഡേഞ്ചറിങ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ലാൻഡ് ആനിമൽ സ്പീഷീസ്. നമുക്ക് ലാൻഡ് ആനിമൽ സ്പീഷീസിൻ്റെ എൻഡേഞ്ചറിങ്ങിന് കാരണമാകുന്ന, അതായത് ഗ്രേറ്റർ നമ്പറിൽ അവർ നശിക്കുന്നതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആക്സിഡൻ്റൽ സ്റ്റാർട്ടിങ് ഓഫ് ഫോറസ്റ്റ് ഫയേഴ്സ് ഉണ്ട്, കട്ടിങ് വൈൽഡ് ഫ്ലവേഴ്സ് ഇൻ നാഷണൽ പാർക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് ഹാബിറ്റാറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹണ്ടിങ് ഫോർ ഫുഡ് ആൻഡ് സ്പോട്ട്, അതായത് ഫുഡിനും സ്പോട്ടിനും വേണ്ടി ഹണ്ടിങ് ചെയ്യുന്നതാണ് എന്താ അവരുടെ എൻഡേഞ്ചറിങ്ങിന് കാരണമായിട്ടുള്ളത് എന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. ഇനി നമുക്ക് നോക്കാം അല്ലേ. ആക്സിഡൻ്റൽ സ്റ്റാർട്ടിങ് ഓഫ് ഫോറസ്റ്റ് ഫയേഴ്സ്, അതായത് ഫോറസ്റ്റ് ഫയേഴ്സ് ആക്സിഡൻ്റലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതായത് ഒരുപാട് ബേർഡ്സ് ഉണ്ടാവും, ഒരുപാട് ആനിമൽസ് എന്തുണ്ടാവും, ഫോറസ്റ്റിൽ ഉണ്ടാവും അല്ലേ. അവരുടെ ഹാബിറ്റാറ്റ് എന്ത് ചെയ്യും, അവരുടെ ഹാബിറ്റാറ്റ് നശിക്കും. ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ലിവിങ് പ്ലേസ്, അതായത് അവർ ഡ്വെല്ലിങ് പ്ലേസ്, അതായത് ഒരു നിൽക്കുന്ന ഒരു പ്ലേസ് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവർക്ക് പിന്നെ നിൽക്കാനല്ല, അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ വേറെ എവിടേക്കും പോകാൻ പറ്റില്ലല്ലേ. അപ്പം അവരെന്ത് ചെയ്യും, ഒരുപാട് മൃഗങ്ങൾ കാടിറങ്ങാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മുടെ സിറ്റീസിലേക്കൊക്കെ എന്ത് ചെയ്യുന്നത്, ഒരുപാട് ആനിമൽസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ്, അവരുടെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കേസാണ് കേട്ടോ, ഒരു കേസാണ്, ഡിസ്ട്രക്ഷൻ നടക്കുന്ന ഒരു കേസാണ്. അല്ലാതെ ഓവർ പോപ്പുലേറ്റഡ് ആയിക്കഴിഞ്ഞാലും ഒരുപാട് മൃഗങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ കാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങും. അതും ഒരു റീസണാണ്, ഇതും ഒരു റീസണാണ്. പക്ഷേ ഇതെന്താണ്, ഇത് നമ്മൾ ഇപ്പം ലാർജ്ലി നമ്മൾ കാണുന്ന റീസണാണ് എന്ത്, ഹാബിറ്റാറ്റ് ഡിസ്ക്രഷൻ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ. നമ്മൾ നോക്കുകയാണെങ്കിൽ
ആക്സിഡൻ്റലി സ്റ്റാർട്ടിങ്, ഫോറസ്റ്റ് ഫയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹാബിറ്റാറ്റാണെന്ന് നശിക്കാം. അപ്പോൾ ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഇനി കട്ടിങ് വൈൽഡ് ഫ്ലവേഴ്സ് ഇൻ നാഷണൽ പാർക്സ്, അതായത് നാഷണൽ പാർക്സിലുള്ള വൈൽഡ് ഫ്ലവേഴ്സ്, അതായത് അവിടെ ഉള്ള വൈൽഡായിട്ടുള്ള വെറൈറ്റി ഉണ്ടാവില്ല, ആ വൈൽഡായിട്ടുള്ള വെറൈറ്റി നമ്മൾ നശിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്താണ് പിന്നീട് അവിടെ ആ വൈൽഡ് വെറൈറ്റി ഉണ്ടാവില്ല അല്ലേ. നമ്മൾ ഒരുപാടെണ്ണം നശിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യില്ല, അവിടെ പിന്നെ ഉണ്ടാവില്ല. അപ്പം ഇതും എന്ത് ചെയ്യും, ഇതും വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഡിസ്ട്രക്ഷൻ ഓഫ് ഹാബിറ്റാറ്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ്. ഡിസ്ട്രക്ഷൻ ഓഫ് ഹാബിറ്റാറ്റ്സ് ആണ് എന്ത് പ്രൈമറി റീസൺ. എന്തുകൊണ്ടാണ് പ്രൈമറി റീസൺ ആവുന്നത്? കാരണം ഹാബിറ്റാറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ജീവിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ നിൽക്കാൻ കഴിയില്ല. അപ്പം എന്ത് ചെയ്യും, ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും ഇതിൽ പ്രൈമറി ആയിട്ടുള്ളൊരു റീസൺ വരാം അല്ലേ. ഇനി ഹണ്ടിങ് ഫോർ ഫുഡ് ആൻഡ് സ്പോട്ട്, അതായത് ഫുഡിനും സ്പോട്ടിനും വേണ്ടിയിട്ട് നമ്മൾ മൃഗങ്ങളെ കൊന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ മൃഗങ്ങളെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ മൃഗങ്ങളുടെ പോപ്പുലേഷൻ ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഓപ്ഷൻ ബിയിൽ പറഞ്ഞു, കട്ടിങ് വൈൽഡ് ഫ്ലവേഴ്സ് ഇൻ നാഷണൽ പാർക്സിലുള്ള വൈൽഡ് ഫ്ലവേഴ്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരുപാട് ആനിമൽസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആനിമൽസിൻ്റെ ലൈഫ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷനും ഒക്കെ എന്ത് ചെയ്യും, അത് എഫക്റ്റ് ചെയ്യും. അങ്ങനെയും ഗ്രാജുവലി കുറയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും എന്ത് ചെയ്യില്ല, ഇപ്പം നമ്മൾ പറഞ്ഞ എയും ബിയും ഡിയും ഒന്നും എന്തല്ല പ്രൈമറി ആയിട്ടുള്ളൊരു കോസ് അല്ല. അതൊക്കെ ചെറിയ എഫക്റ്റുകളാണ് അല്ലേ. എഫക്റ്റുകളാണ്. ഈ എഫക്റ്റുകളെല്ലാം ചേരുന്നത് എന്തുകൊണ്ടാണ്? ഈ എഫക്റ്റുകളെല്ലാം കൂടി ചേരുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ട്രക്ഷൻ ഓഫ് ഹാബിറ്റേറ്റ് ആണ്. അതിൻ്റെ ഹാബിറ്റാറ്റ് ഡിസ്ട്രക്റ്റ് ആവാണല്ലേ. അതിൻ്റെ അവിടെ നിൽക്കുന്ന ഡ്വെല്ലിംഗ് പ്ലേസിന് എന്തൊക്കെയോ എഫക്റ്റുകൾ വരാണ്. അപ്പം ആ എഫക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പോപ്പുലേഷനിൽ ഗ്രാജുവലി ഡിക്രീസിങ് നമുക്ക് കാണാൻ പറ്റും. അതാണ് മെയിൻ കോസ് ആയിട്ട് വരിക. അപ്പം പ്രൈമറി റീസൺ വരുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് ഹാബിറ്റാറ്റ്സ് ആണ് പ്രൈമറി ആയിട്ടുള്ള ഒരു കോസ് ആയിട്ട് വരാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദീസ് പ്രോബബ്ലി കോസ് ദ മോസ്റ്റ് എയർ പൊല്യൂഷൻ, അതായത് എയർ പൊല്യൂഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഇതിൽ തന്നിട്ടുള്ളതിൽ ആരൊക്കെയാണ്? കാർസ് ആണോ, വിൻഡ് ആണോ, റെയിൻ ആണോ, ട്രീസ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം പൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ എയറിൽ നമ്മൾ കാണുന്നതിനാണ് നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയാം. അതുണ്ടാക്കുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് പൊല്യൂട്ടൻസ് എന്നാണ്. അപ്പോൾ പൊല്യൂട്ടൻസ് ഉണ്ടാക്കുന്നത് ആരാണ്? സർട്ടൻ ടൈപ്പ് ഗ്യാസസ് ഒക്കെ ഉണ്ട് അല്ലേ. നമ്മൾ കാറിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ നമ്മൾ മോട്ടോർ സൈക്കിളിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന, നമ്മൾ ഓട്ടോമൊബൈൽസ് എന്നൊക്കെ എമിറ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഒരുപാട് ഗ്യാസസ് ഉണ്ട് അല്ലേ. ആ ഗ്യാസസ് ആണ് എന്ത് അതിനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളിൽ വന്നിട്ടുള്ള ഒരാളാണ് ഇത് നമ്മളെ കാസ് എന്ന് പറയുന്നത്. ഇനി വിൻഡ് എന്താണ്? വിൻഡ് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ? വിൻഡ് ഗ്യാസസിൻ്റെ അല്ലെങ്കിൽ എന്താണ് വിൻഡ് എന്ന് പറയുന്നത്? എന്താണ് ഗ്യാസസിൻ്റെ ഫ്ലോ ആണ്. അല്ലെങ്കിൽ എന്താണ് നടക്കുന്നത് അവിടെ? ഗ്യാസസിൻ്റെ ഫ്ലോ അല്ല, എന്താണ് അവിടെ ഒരു ബ്രീസ മാത്രമാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു ഫ്ലോ മാത്രമാണ് അവിടെ നടക്കുന്നത്. റൈറ്റ്, അവിടെ ഒരു ഫ്ലോ മാത്രമാണ് എന്ത് വിൻഡിൽ നടക്കുന്നുള്ളൂ. അതിൽ പൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന പൊല്യൂട്ടൻസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. വിൻഡിൽ ഉണ്ടാവില്ല എന്നല്ല, വിൻഡിൽ ഉണ്ടാവും, പക്ഷെ ഇതിൽ കുറവായിരിക്കും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ റെയിന് പൊല്യൂട്ട് ചെയ്യുന്നുണ്ടോ? റെയിന് എയർ പൊല്യൂഷനാണോ ചെയ്യുന്നത്? റെയിന് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ആസിഡ് റെയിനിലൊക്കെ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ആസിഡ് റെയിനായിട്ട് നമ്മൾ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട് റെയിന്. പക്ഷേ ആസിഡ് റെയിൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? എയർ പൊല്യൂഷൻ കാരണമാണ് എന്ത് ആസിഡ് റെയിൻ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ട്രീസ് എന്താ ചെയ്യുന്നത്? ട്രീസ് നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ചിട്ട്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അവർ യൂട്ടിലൈസ് ചെയ്തിട്ട് ഫോട്ടോസിന്തസിസിലൂടെ അവർ നമുക്ക് ഫുഡൊക്കെ തരുന്നുണ്ട്. അതായത് ഫോട്ടോസിന്തസിസിലൂടെ അവർക്ക് വേണ്ട ഫുഡും നമുക്ക് വേണ്ട ഫുഡൊക്കെ പ്ലാന്റ്സ് തരുന്നുണ്ട് അല്ലേ. അപ്പം അവരെന്ത് ചെയ്യുന്നില്ല? എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. വിൻഡ് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. അതേപോലെ തന്നെ റെയിനും എന്ത് ചെയ്യുന്നില്ല? എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. റെയിനിൽ എയർ പൊല്യൂഷൻ കാരണം എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതാണ് എന്ത് നമ്മൾ പറഞ്ഞ ആസിഡ് റെയിൻ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് കാർബൺ എമിഷൻസ് കൂടുതലുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനത്തെ ഗ്യാസസ് ഒക്കെ കുറേ എമിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ നേരത്തെ, അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാർസ്, ഓട്ടോമൊബൈൽസ്, ഇൻഡസ്ട്രീസ് ഒക്കെ പറയുന്നത്. സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രിക് ഡൈ ഓക്സൈഡ് പോലത്തെ ഒരുപാട് ഗ്യാസസ് ഉണ്ട്. ആ ഗ്യാസസ് ഒക്കെ എന്താ എയർ പൊല്യൂഷൻ്റെ കാരണമായിട്ടുള്ള ഗ്യാസസ് ആണ്. ഇതൊക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഫോസിൽ ഫ്യൂവൽ, അതായത് നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്ന ഫോസിൽ ഫ്യൂവൽസിൻ്റെ എമിഷൻ കാരണമാണ് എന്ത് ഈ
കാരണങ്ങളൊക്കെ ഉണ്ടാവുന്നത്, അതായത് ഈ എയർ പൊല്യൂഷനൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന മെയിൻ കോസ് ഏതാണ് ഇതിൽ തന്നിട്ടുള്ളതിൽ? കാസാണ് എന്ത് മോസ്റ്റ്, അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് കാസാണ്. വിൻഡ് നേരത്തെ നമ്മൾ പറഞ്ഞു വിൻഡ് ഉണ്ടാക്കുന്നില്ല എന്നല്ല, വിൻഡ് ചെറിയ രീതിയിലേ ഉണ്ടാക്കുന്നുള്ളൂ. അതേപോലെ തന്നെ റെയിൻ ആണെങ്കിൽ റെയിനിൻ്റെ എഫക്റ്റും ഉണ്ട്. ട്രീസ് എന്ത് ചെയ്യുന്നില്ല? ട്രീസ് നമുക്ക് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സൈക്കിൾ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് യൂട്ടിലൈസ് ചെയ്തിട്ട് അവർ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. അവർക്ക് വേണ്ട ഫുഡ് അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ പ്രൊഡ്യൂസും ചെയ്യുന്നുണ്ട് അല്ലേ? റൈറ്റ്. അപ്പം നമ്മളെ ഓപ്ഷൻ എ ആണ് എന്ത് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നുള്ളത് പീപ്പിൾ ഇൻ വെരി കോൾഡ് പ്ലേസസ് ലിവ് ഇൻ, അതായത് വെരി കോൾഡ് ആയിട്ടുള്ള പോളാർ റീജിയനിലൊക്കെ ഉള്ള ആൾക്കാർ എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള, എവിടെയാണ് നിൽക്കുന്നത്, ഏത് പ്ലേസസിലാണ് അല്ലെങ്കിൽ എവിടെയാണ്, ഏത് ഹൗസിലാണ് നിൽക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റിൽസ് ഹൗസ് ഉണ്ട്, വുഡൻ ഹൗസ് ഉണ്ട്, ഇഗ്ലൂ ഉണ്ട്, അതേപോലെ തന്നെ ഹൗസ് ഓഫ് മഡ് ഉണ്ട്. സ്റ്റിൽറ്റ് ഹൗസ് എന്ന് പറയുന്നത് നമ്മൾ പൈൽ ചെയ്തിട്ട്, അതായത് ലേക്സിൻ്റെ ഒക്കെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ്, ഒരു പൈൽ ചെയ്തിട്ട്, ഒരു വുഡനായിട്ടുള്ള പൈലിങ്ങോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള പൈലിംഗ് ഒക്കെ വെച്ചിട്ട് എന്താണ് അവർ മുകളിലേക്ക് കുറച്ചും കൂടി എന്താണ് നമ്മൾ ഇങ്ങനെ വാട്ടർ ലെവൽ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഉയർത്തിയിട്ടായിരിക്കും എന്ത് ആ ഹൗസസ് ഉണ്ടാവുക. അതിനാണ് നമ്മൾ സ്റ്റിൽറ്റ് ഹൗസ് എന്ന് പറയാം. സ്റ്റിൽറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചും കൂടി ഉയർത്തിയിട്ട്, അതായത് വാട്ടർ ലെവലിൽ നിന്ന് കുറച്ച് ഉയർത്തിയിട്ട് നമുക്ക് പൈലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഹൗസിനാണ് നമ്മൾ സ്റ്റിൽറ്റ് ഹൗസ് എന്ന് പറയുക. ഇത് നമ്മൾ ലേക്സിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഹൗസസുകളാണ് എന്ത് സ്റ്റിൽറ്റ് ഹൗസ്. സ്റ്റിൽറ്റ് ഹൗസ് എന്ത് ചെയ്യില്ല, കോൾഡർ റീജിയനിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ വുഡൻ ഹൗസ് നമ്മൾ എന്താ ചെയ്യാല, വുഡൻ ഹൗസ് നമ്മൾ കോൾഡർ റീജിയനിൽ നമുക്ക് കാണാൻ കഴിയില്ല. വുഡ് എന്താണ്, വുഡ് ഒരു ഇൻസുലേറ്റർ ആണ്, അല്ലെങ്കിൽ എന്താണ് വുഡ് പുറത്തുള്ള കാറ്റിനെ എന്ത് ചെയ്യില്ല, ഉള്ളിലേക്ക് കൊണ്ടുവരില്ല. എന്നാലും നമ്മൾ വുഡൻ ഹൗസിനെ അല്ല, നമ്മൾ ആ കോൾഡർ ആയിട്ടുള്ള എക്സ്ട്രീംലി കോൾഡർ ആയിട്ടുള്ള റീജിയനിൽ നമ്മൾ വുഡൻ ഹൗസ് അല്ല നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇഗ്ലൂ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇഗ്ലൂ എന്ന് പറയുന്നത് ഈ ഒരു സെറ്റപ്പാണെന്ത് ഇഗ്ലൂ എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെയുള്ളൊരു ഹൗസ് സെറ്റപ്പാണ് നമ്മൾ ഇഗ്ലൂ എന്ന് പറയുന്നത്. കോൾഡർ ആയിട്ടുള്ള റീജിയനിൽ എന്താണ് ഈ വെൻ്റ് ഉണ്ടാവും, ഇവിടെ ഒരു സൈഡിൽ വെൻ്റ് ഉണ്ടാവും. ഈ ഒരു റീജിയൻ എപ്പോഴും എന്തായിരിക്കും, ഈ ഒരു റീജിയൻ എപ്പോഴും വാർമസ്റ്റ് ആയിട്ടായിരിക്കും നിൽക്കാം. ഈ ഒരു റീജിയൻ എപ്പോഴും വാർമസ്റ്റ് ആയിട്ടായിരിക്കും നിൽക്കാം. ഇവിടെ എന്തായിരിക്കും, ഇവിടെ നമുക്ക് സുഖമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. ഈ ഒരു പ്ലേസിൽ എന്തായിരിക്കും, ഈ ഒരു പ്ലേസിൽ രണ്ട് അവിടെ നിന്നുള്ള കോൾഡ് എയറിൻ്റെയും ഇവിടെ നിന്നുള്ള കോൾഡർ എയറിൻ്റെയും എന്താണ് ഒരു ജംഗ്ഷനായിട്ട്, അതായത് അവിടെ ഒരു ജംഗ്ഷനായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ഓപ്പണിങ്ങിൽ എന്തായിരിക്കും, രണ്ടും കോൾഡർ ആയുള്ള എയർസ് ആയിരിക്കും ഇവിടെ രണ്ടുണ്ടാവും. കാരണം ഡെൻസിറ്റി കൂടുതലുള്ള എയർ ആണെന്ത് നമ്മൾ കോൾഡർ എയർ എന്ന് പറയാം. ഡെൻസിറ്റി കുറഞ്ഞ എയർ ആണെന്ത് നമ്മുടെ ഹോട്ട് എയർ, അല്ലെങ്കിൽ വാമസ്റ്റ് ആയിട്ടുള്ള എയർ എന്തായിരിക്കും, ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പം ഏറ്റവും മുകളിലാണ് നമുക്ക് കാണാൻ പറ്റുക. അതാണ് എന്ത് ഈ ഒരു റീജിയൻ ഏറ്റവും വാമസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ എന്താണ് കോൾഡർ റീജിയൻ ആണ്, ഇവിടെയും പുറത്തെന്താണ് കോൾഡർ റീജിയൻ ആണ്. കോൾഡർ റീജിയനിൽ അവിടേക്ക് എന്ത് ചെയ്യില്ല, ഫ്ലോ കൃത്യമായിട്ട് നടക്കില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് വരില്ല, കാറ്റ് വരില്ല. പക്ഷേ ഇത് കാറ്റ് വരാൻ വേണ്ടിയിട്ടാണ് എന്ത്, അല്ലെങ്കിൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് ഇവിടെ ഒരു വെൻ്റ് ഉള്ളത്. അപ്പം ഈ ഒരു സെറ്റപ്പിലാണ് എന്ത് നമ്മൾ കോൾഡർ റീജിയനിലുള്ള ആൾക്കാരൊക്കെ നിൽക്കാം. അപ്പോൾ ഇഗ്ലൂ ആണ് എന്ത് കോൾഡർ റീജിയനിലുള്ള ആൾക്കാർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൗസ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇഗ്ലൂ ആണ്. അപ്പോൾ ഇഗ്ലൂ ആണെന്ത് റൈറ്റ് ആൻസർ. ഇഗ്ലൂ ആണെന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരെ ഇഗ്ലൂ ആണ്. ഇനി നമ്മൾ ഹൗസ് ഓഫ് മഡ് ഹൗസ് എന്ന് പറയുന്നത് നമുക്ക് ചൂട് കാലങ്ങളിൽ തണുപ്പ് കാലങ്ങളിൽ ചൂടും തരുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ ക്ലേ അല്ലേ. ആ ക്ലേ യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആ നമ്മൾ ക്ലേ മഡ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഹൗസിനാണ് നമ്മൾ ഹൗസ് ഓഫ് മഡ് എന്ന് പറയുക. പക്ഷെ അതും എന്ത് ചെയ്യില്ല, അതും നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കോൾഡർ റീജിയൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മഡ് ഹൗസുകളൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് മഡ് ഹൗസൊക്കെ നമുക്ക് ഈ ഒരു നമ്മൾ നിൽക്കുന്ന ഏരിയയിലൊക്കെ കാണുന്നത് നമുക്ക് മഡ് ഹൗസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഹോട്ടർ ആയിട്ടുള്ള റീജിയൻസിൽ നമുക്ക് മഡ് ഹൗസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ വുഡൻ ഹൗസ് നമുക്ക് കാണാൻ പറ്റുന്നതും നമ്മൾ നിൽക്കുന്ന ഫോറസ്റ്റ് ഏരിയകളൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് വുഡൻ ഹൗസ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ സ്റ്റിൽറ്റ് ഹൗസ് നമ്മൾ നേരത്തെ പറഞ്ഞ ലേക്സ് ഒക്കെ കൂടിയിട്ടുള്ള സ്ഥലത്തിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, സ്റ്റിൽറ്റ് ഹൗസ് കാണാൻ പറ്റുക. അപ്പം ഇതൊക്കെ എന്താണ് റോങ് ആണ്. സ്റ്റിൽറ്റ് ഹൗസും വുഡൻ ഹൗസും ഹൗസ് ഓഫ് മഡും ഒക്കെ റോങ് ആണ്. ഇഗ്ലൂ എന്ന് പറഞ്ഞ ആ ഒരു ഹൗസിങ് സെറ്റപ്പിലാണെന്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സെറ്റപ്പിലാണെന്ത് നമ്മളുടെ കോൾഡർ ആയിട്ടുള്ള എക്സ്ട്രീംലി കോൾഡർ ആയിട്ടുള്ള റീജിയൻസിൽ ആൾക്കാർ നിൽക്കുന്നത്. അപ്പം ഇത്രയൊക്കെ ആയിരുന്നു നമ്മൾ
ഇന്ന് ഈ വീഡിയോയിൽ എപ്പിസോഡ് നമ്പർ 3 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വെച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് നമ്മൾ ഇഗ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു ആൾ.